ഈ വീഡിയോയിൽ പാകിസ്ഥാൻ, തുർക്കി, അതുപോലെ തന്നെ ചൈനയിലെ ഷീ ജിൻപിങ്ങിന്റെ വിഷയം ഇതെല്ലാം തന്നെ ഒന്ന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ചൈനയുടെ ഷീ ജിൻപിങ്ങിന്റെ വിഷയം ഇന്നലെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്, പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും ഈ ചൈനയിലെ ഷീ ജിൻപിങ് ഒരു അൺസർട്ടനിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ PLA എന്ന് പറഞ്ഞ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കും CCP ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ ആ ഒരു രണ്ട് ടീമുകൾക്കും ഇടയിലുള്ള ഒരു ക്ലാഷ്. ആ ക്ലാഷിലാണ് ഷീ ജിൻപിങ് പെട്ടിരിക്കുന്നത്. ഷീ ജിൻപിങ് പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഷീ ജിൻപിങ്ങിനെ പിന്തുണച്ചിരുന്ന, ഷീ ജിൻപിങ്ങിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് അനുയായികളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ സുപ്രീം പൊസിഷനിലുള്ള ആൾക്കാരായിരുന്നു. PLAയിലായാലും ശരി തന്നെ, അതുപോലെ തന്നെ CCPയിലായാലും അതേപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ആൾക്കാരെ ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാണ്ട് ഷീ ജിൻപിങ് പല കാലഘട്ടങ്ങളിലായിട്ട് ഇവരെ ഡിസ്മിസ് ചെയ്ത്, അതായത് പിരിച്ചുവിട്ടു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അത് പിരിച്ചുവിട്ടതോടുകൂടി പല മാസങ്ങളിലായിട്ട് മാസം തോറും ഇവർക്ക് മാറി മാറി വരുന്ന PLAയുടെ ആ ഒരു ഭരണകൂടത്തിന് ട്രസ്റ്റ്, വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഷീ ജിൻപിങ്ങിന്റെ സ്വാധീനം PLAയിൽ തീരെ ഇല്ലാതായിരിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം തികച്ചും ഷീ ജിൻപിങ്ങിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാത്രമാണ് ചെറിയ ഒരു പിന്തുണയുള്ളത്. അപ്പൊ അതിൽ തന്നെ ഈ CCPക്ക് ഉള്ളിൽ ഇവർ പുതിയ നേതാവ് എമർജായി വരുന്നുണ്ട്. അതായത് ഷീ ജിൻപിങ്ങിന്റെ കൂടെ ഒപ്പം നിന്നിരുന്ന വ്യക്തി തന്നെയാണ് ഹു ജിൻടാവോ എന്ന് പറഞ്ഞ ചൈനയുടെ ഇതിനു മുമ്പ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ അടുപ്പത്തിലാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അതായത് ശരിക്കും പറഞ്ഞാൽ ഷീ ജിൻപിങ്ങിന്റെ ചൈനീസ് പ്രസിഡന്റ് എന്നുള്ള ആ ഒരു പൊസിഷന് തന്നെ ഒരു പാരയാവുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഷീ ജിൻപിങ് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഇത് ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പുറത്ത് കൂടുതൽ അധികം വന്ന് സ്റ്റേറ്റ്മെന്റുകളൊന്നും പറയാതെ ഒരു ഗ്ലോബൽ ഫോറത്തിലും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഷീ ജിൻപിങ് തുടരുന്നത്. കാരണം അവിടെ ഡെയിലി മീറ്റിംഗും ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ ഷീ ജിൻപിങ് തരണം ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നതിനനുസരിച്ചിരിക്കുന്നു അയാളുടെ പൊളിറ്റിക്കൽ ഭാവി. ഇതിനകത്ത് ഒരു 2-3 വ്യക്തികളുടെ പേര് ഞാൻ എടുത്തു പറയാം. ചൈനീസ് പേര് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എന്നാലും പറഞ്ഞു പോവാം. അപ്പൊ അതിനകത്ത് ഈ PLAയുടെ അഡ്മിറൽ, ഈ PLAയുടെ ഏറ്റവും സുപ്രധാന അഡ്മിറൽ പൊസിഷൻ ചെയ്തിരുന്ന ലീ ഹാൻജുൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് PLAയുടെ തലപ്പത്തിരുന്ന ആൾ. ഇയാള് ഏതാണ്ട് 2024 ഈ പൊസിഷനിൽ വന്ന ആളാണ്. അതിനു മുമ്പ് തന്നെ PLAയിലുണ്ട്. ഒരു ആർമി എന്ന് പറയുമ്പോഴത്തേക്കും പല തസ്തികകളിൽ സർവ് ചെയ്താണ് ഇവര് സുപ്രീം പൊസിഷനിലേക്ക് വരുന്നത്. അപ്പൊ അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി തന്നെയാണ്. 24 ഇയാള് കമാൻഡർ, അഡ്മിറൽ, ചീഫ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് പല തസ്തികകളിലും ഇയാൾ ഇരുന്നിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള റോൾ തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതായത് ആ ഒരു PLA എന്ന് പറഞ്ഞ ഒരു ആർമിയെ തന്നെ നിലയ്ക്ക് നിർത്തുന്ന, ട്രെയിനിങ് എല്ലാം ചെയ്തു കൊടുത്ത് വളരെ കൃത്യമായിട്ട് അതിനെ ഡിസിപ്ലിനോട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് അയാൾ പറഞ്ഞാൽ, ഒരു കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ തൈവാനിലേക്ക് ചൈനീസ് പട്ടാളം ഇരച്ചു കയറും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഈ ലീ ഹാൻജുൻ. ഈ ലീ ഹാൻജുനെയാണ് ഡിസ്മിസ് ചെയ്തത് ഷീ ജിൻപിങ്. ഷീ ജിൻപിങ്ങിന്റെ വളരെ അടുത്ത ആളായിരുന്നു ഈ ലീ ഹാൻജുൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ മിസ്റ്റേക്ക്. ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് PLA നേവിയും കൂടിയാണ് ഈ വ്യക്തി. അതായത് ഗ്രൗണ്ട് ഫോഴ്സ് മാത്രമല്ല, നേവിയും കൂടി പുള്ളിയുടെ കൺട്രോളിലാണ്. അതാണ് ഞാൻ അവിടെ തൈവാൻ എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞത്. കുറെ നാൾ കൊണ്ട് തന്നെ ഈ വിഷയം നടക്കുന്നുണ്ട്. ഈ ഷീ ജിൻപിങ്ങും ഈ ലീ ഹാൻജുനും തമ്മിലുള്ള ഒളിപ്പോര് നടക്കുകയാണ്. പക്ഷെ ലീ ഹാൻജുൻ ഈ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതിയായ ഒരു ഭവ്യത കൊണ്ട് ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു രീതിയിലുള്ള ക്ലാഷും ഉണ്ടാക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ ഈ PLAക്കുള്ളിൽ ഒരു സെക്ട് ക്രിയേറ്റ് ചെയ്ത് ഷീ ജിൻപിങ്ങിനെതിരെ പൊരുതാമായിരുന്നു. പക്ഷെ എന്നാലും ബൈ ഡീഫോൾട്ട് ഇപ്പം ഷീ ജിൻപിങ് അതേ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പം ജൂൺ 27 ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു കോൺഗ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. 14th നേവൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് മീറ്റിംഗ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഈ വ്യക്തി പങ്കെടുത്തിട്ടില്ല, ലീ ഹാൻജുൻ പങ്കെടുത്തിട്ടില്ല. അപ്പോഴാണ് പൊതുവിൽ ആ ഒരു കമ്മിറ്റി തന്നെ മനസ്സിലാക്കുന്നത് ഷീ ജിൻപിങ് ലീ ഹാൻജുനെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണെന്നുള്ള വിഷയം അപ്പോഴാണ് പബ്ലിക്കലി അറിയുന്നത്. അത് അറിഞ്ഞതോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ വഷളാകുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്. ഷീ ജിൻപിങ് പലതിനും ഉത്തരം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. കാരണം ഷീ ജിൻപിങ് കറപ്റ്റഡ് ആണ്. അതാണ് ഒന്നാമത്തെ അലിഗേഷൻ. ഇതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കണം. കറപ്റ്റഡ് ആണ് ഷീ ജിൻപിങ്. പലരെയും ഇങ്ങനെ ഈ വ്യക്തി അത് ചൂണ്ടിക്കാണിക്കുന്നുള്ള ഇന്റൻഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ അയാളെ മാറ്റുകയാണ്. അതാണ് ഷീ ജിൻപിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഈ വ്യക്തിയെയും എടുത്തു മാറ്റിയത്. അതൊരു ദുരന്തമായി തീരുന്നു. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്നത് ഹൈ പ്രൊഫൈൽ ഡിസ്മിസൽ എന്നാണ് പറയുന്നത്. നമ്പർ 1 വിഷയം ഇതാണ്, ഹൈ പ്രൊഫൈൽ ഡിസ്മിസൽ. ഇതിലുപരിയായിട്ട് പല ആൾക്കാരെയും ഷീ ജിൻപിങ് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ലീ ഷോങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ അഡ്മിറൽ പൊസിഷനിൽ ഉണ്ടായിരുന്നത്. ആ വ്യക്തിയെ ഏപ്രിൽ 2024 ഷീ ജിൻപിങ് ഇതേപോലെ ഡിസ്മിസ് ചെയ്തതിന്റെ പേരിലാണ് ഈ വ്യക്തി, അതായത് ഇപ്പം ലീ ഹാൻഷുങ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പൊസിഷനിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന് മുമ്പിരുന്ന ആളിനെയും ഈ ഇതേപോലെ ഷീ ജിൻപിങ്ങിനെതിരെയുള്ള കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ചോദ്യം ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കാണ് ഷീ ജിൻപിങ് ആ വ്യക്തിയും റീപ്ലേസ് ചെയ്തത്.
അപ്പൊ ഇത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. അതുപോലെ തന്നെ മയോ ഹോവ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതാണ് ഷീ ജിങ് പിങ്ങിനെ CCP ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിങ്ങിൽ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തി. ആ വ്യക്തിയും ഇപ്പൊ ഡൗൺഫോൾ ആണ്. ആ വ്യക്തി ഇപ്പം ആ പൊസിഷനിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഷീ ജിങ് പിങ്ങിനെ CCP പാർട്ടിയിലും പ്രൊട്ടക്ട് ചെയ്യാനുള്ള വ്യക്തികൾ അവിടെ ഇല്ല. അതുപോലെ തന്നെ PLAയുടെ സൈഡിലും പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ സൈഡിലും ഷീ ജിങ് പിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോൾ ആൾക്കാരില്ല. ഈ പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഉള്ള ഒരു ടീമാണ്, മനസ്സിലായോ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കേഡർ സംവിധാനമുണ്ട്. ആ കേഡർ സംവിധാനത്തിന്റെ കീഴിൽ വരുന്നതാണ് ഈ PLA, അല്ലാതെ ചൈനയുടെ ആർമി അല്ല ഈ PLA. അപ്പൊ ഇത് നാളെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച് ചൈനയിൽ വേറെ ഏതെങ്കിലും ഒരു വിപ്ലവം ഉരുത്തിരിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ PLAക്ക് അവിടെ യാതൊരു റോളുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് അവിടുത്തെ ആർമിയെ ഈ പൊളിറ്റിക്കൽ പാർട്ടി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ, ചൈനയുടെ ഈ ന്യൂക്ലിയർ ആർസനൽ എല്ലാം തന്നെ PLAയുടെ കൺട്രോളിലാണ്. PLAയിലുള്ള വ്യക്തികൾ വിചാരിച്ചാൽ മാത്രമാണ് ന്യൂക്ലിയർ ആർസനലിന്റെ കൺട്രോൾ എടുക്കാൻ പറ്റുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കൺട്രോൾ ബട്ടൺ ഉൾപ്പെടെ എല്ലാം അവരുടെ കീഴിലാണ് ഉള്ളത്. ഷീ ജിങ് പിങ് ഉദ്ദേശിക്കുന്നത് CCPയും അതുപോലെ തന്നെ PLAയും രണ്ടിന്റെയും കൺട്രോൾ ഷീ ജിങ് പിങ്ങിന് വേണം എന്നാണ് ഷീ ജിങ് പിങ് ആഗ്രഹിക്കുന്നത്. മൗണ്ടൻ ടോപ്പിസം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ മൗണ്ടൻ ടോപ്പിസം ആണ് പുള്ളിക്ക് വേണ്ടത്. അതായത് ഏറ്റവും ടോപ്പിൽ എവറസ്റ്റിൽ ഇരുന്നുകൊണ്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. പുള്ളി വിചാരിക്കും അപ്പോഴത്തേക്കും കാര്യങ്ങൾ നടക്കണം. അതിന് PLAയും പുള്ളിയുടെ കൺട്രോൾ വേണം, CCPയും പുള്ളിയുടെ കൺട്രോൾ വേണം. പക്ഷേ ഈ കൺട്രോളിൽ വേണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് മൊത്ത വ്യക്തികളെ അവിടെ പ്ലേസ് ചെയ്യണം. അങ്ങനെ പ്ലേസ് ചെയ്ത വ്യക്തികളെ വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവിടെ രൂപപ്പെടുന്നില്ല. അതാണ് ഷീ ജിങ് പിങ് നേരിടുന്ന പ്രതിസന്ധി, വെല്ലുവിളി എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ശരിക്കും ഈ പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ശരി, PLA ആയാലും ശരി, ഇപ്പം ഈ CCP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുടെ പേര് സാങ് യോക്ഷിയ. ഈ സാങ് യോക്ഷിയ എന്ന് പറഞ്ഞ വ്യക്തി ഷീ ജിങ് പിങ്ങിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് ഇപ്പൊ കരുതപ്പെടുന്നുണ്ട്. ഈ സാങ് യോക്ഷിയ ഷീ ജിങ് പിങ്ങിന്റെ തന്നെ വളരെ അടുത്ത വ്യക്തി ആയിരുന്നു. ഷീ ജിങ് പിങ്ങിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഷീ ജിങ് പിങ്ങിന്റെ അതേ റെസ്പെക്ട് തന്നെ അവിടെ കിട്ടുന്നുണ്ട് ഈ സാങ് യോക്ഷിയക്ക്. അപ്പൊ ഈ സാങ് യോക്ഷിയയെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർഷ്യലി ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മിലിറ്ററി പൂർണ്ണമായിട്ടും ഈ വ്യക്തിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മിലിറ്ററി, അതായത് PLA, പീപ്പിൾ ലിബറേഷൻ ആർമി, ചൈനീസ് മിലിറ്ററി പൂർണ്ണമായിട്ടും സപ്പോർട്ട് കൊടുക്കുന്നത് ഈ സാങ് യോക്ഷിയക്കാണ്. അപ്പൊ ഇതാണ് ഇപ്പം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ സാങ് യോക്ഷിയ വെറുതെ വരുന്ന ആളല്ല. ഈ വ്യക്തി ഷീ ജിങ് പിങ്ങുമായിട്ട് ഇപ്പൊ കൂടുതൽ അടുപ്പമില്ല. ഇപ്പൊ അതിന് പകരം ഇതിനു മുമ്പ് ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഹു ജിൻഡാവോയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. അപ്പൊ അതായത് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ മൈൻഡും കാര്യങ്ങളും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കളിക്കുന്നതെല്ലാം ഈ ഹു ജിൻഡാവോയാണ്. ഹു ജിൻഡാവോ ഓൾറെഡി പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തിയാണ്. കംപ്ലീറ്റ് അഡ്വൈസും കൊടുത്തുകൊണ്ട് ഈ സാങ് യോക്ഷിയയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഹു ജിൻഡാവോയാണ്. ഇപ്പം ഏകദേശം ഒരു പിടുത്തം കിട്ടിയല്ലോ. ഇതാണ് ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന പൊളിറ്റിക്കൽ റൈവൽറി. ഇനി ഷീ ജിങ് പിങ് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അയാൾക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏത് വിധേനയും ഈ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് സകലമാന തന്ത്രവും കളികളും ഫൈറ്റും ഷീ ജിങ് പിങ് ആ ഒരു ഫൈറ്റിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കലങ്ങി തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ശരിക്കും ചൈനയുടെ പ്രസിഡന്റ് എന്നുള്ളത്. അതാണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ. പിന്നെ 2-3 വാർത്തകൾ കൂടെ ഓടിച്ചൊന്ന് പറഞ്ഞു പോവാം. തുർക്കിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ, തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ, അതേപോലെ തുർക്കിയുടെ ഡിഫൻസ് മിനിസ്റ്റർ എല്ലാം തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. ഹക്കാൻ ഫിദാൻ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ, യാസർ ഗുൽസർ തുർക്കിയുടെ ഡിഫൻസ് മിനിസ്റ്റർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അതായത് അവിടുത്തെ ഡിഫൻസ് കോർപ്പറേഷൻ അതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ഈ സൈബർ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കരാറുകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ അമേരിക്കയിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഡീലൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതിനേക്ക് തരുന്ന പേയ്മെന്റ്സ് വല്ല ഉണ്ടെങ്കിൽ നമുക്ക് തരിക. ആ രീതിയിലുള്ള ഡീലിംഗ്സിനാണ് വന്നത്. അല്ലാതെ പാകിസ്ഥാനെ ജസ്റ്റ് വെറുതെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. കാരണം ഇപ്പൊ യുദ്ധമൊന്നും ഇല്ലല്ലോ ഇന്ത്യയുമായിട്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊന്നും മുതലെടുക്കാനും പറ്റത്തില്ല. നിങ്ങൾ അമേരിക്കയുമായിട്ട് കുറച്ച് ടൈപ്പ് വെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡിഫൻസ് സഹകരണമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന കരാറിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ട് നിങ്ങൾ തരാനുണ്ടെങ്കിൽ അതൊന്ന് തരിക എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷഹബാസ് ഷെരീഫ് അതേപോലെ ഇഷാഖ് ദാർ ഇവരൊക്കെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. അവന്മാർ തന്നെ വലിയ കള്ളന്മാരാണ്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ആവർത്തിച്ച് ഒരു ഫാൾസ് ക്ലെയിം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടപെട്ടിട്ടാണ് അത് നിർത്തിയത്, ഏത് ഓപ്പറേഷൻ സിന്ദൂർ, എന്നിട്ട് പറയുന്നത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ട്രേഡിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ യുദ്ധം നിർത്തിയതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാലോ ഇതുവരെ ഇന്ത്യയുമായിട്ട് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീലും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ട്രേഡിന്റെ വിഷയം പറഞ്ഞുകൊണ്ടാണ്, ട്രേഡ് താരിഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഞാൻ നിർത്തിയതെന്ന് പറയുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൽ പിന്നെ യാതൊരു തർക്കവും വരാൻ പാടില്ലല്ലോ. ഇപ്പൊ ഡീൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണ്ടേ? ഈ വക ഉഡായ്പ് ഡയലോഗുകളാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് ഇന്ത്യ ട്രംപിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അത് കാനഡയിൽ G7 പോയ സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി വളരെ വ്യക്തമായിട്ട് ധരിപ്പിച്ചതുമാണ്.
പിന്നെ എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രംപ് ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ നൊബൽ പ്രൈസിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. കാരണം ആസിം മുനീർ നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് ട്രംപിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഈ ഒരു യുദ്ധം നിർത്തിയതിന്റെ പേരിലായിരിക്കണമല്ലോ നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നെതന്യാഹു നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വക നോമിനേഷനുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും പുള്ളി ഇങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നൊബൽ പ്രൈസിൽ കിട്ടുന്ന പൈസ പേഴ്സണൽ ആയിട്ട് കിട്ടുന്നതാണല്ലോ. അപ്പൊ അത് ഒരു ലംപ് എമൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞു നടക്കുന്നത്. അതേപോലെ സൗത്ത് ആഫ്രിക്ക പ്രൈം മിനിസ്റ്റർ റാമഫോസ 30% താരിഫ് ട്രംപ് യൂണിലാറ്ററലി പ്രഖ്യാപിച്ചത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞിട്ട് ട്രംപിന്റെ മുഖത്തടിച്ചത് കണക്ക് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ കയറി ഇരുന്ന ഉടനെ തന്നെ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെതിരെയാണ്. അഫ്ഗാനിസ്ഥാന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ഈ പാകിസ്ഥാൻ ബോർഡറിൽ കിടക്കുന്ന, ഈ വസീറിസ്ഥാൻ സൈഡിൽ കിടക്കുന്ന ബോർഡറിൽ കിടക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ ചുവടുവെപ്പ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ കയറിയത് തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ നടപടിയെടുക്കാനാണോ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. ഈ നടപടിക്രമം മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചു തുടങ്ങും. പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമോശമാണ് കാണിക്കുന്നത്. ആ UN സെക്യൂരിറ്റി കൗൺസിലിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ലോകത്ത് ഇതുവരെ ആർക്കും ഉണ്ടായതായിട്ട് ഇതുവരെ ഒരു തെളിവില്ല നമുക്ക്. അവര് വെറുതെ ഒരു ടെന്റ് ഇട്ട് അവിടെ ഇരിക്കും, കുറച്ച് ഫണ്ട് അങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിലുപരിയായിട്ട് ഒരു പ്രയോജനം അതുകൊണ്ട് നടത്താനില്ല. പിന്നെ ഇവർ കസേരയിൽ കയറി ഇരുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേകത അവിടെ ഇല്ല. പിന്നെ അവർക്ക് വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ ആദ്യമേ തന്നെ നടപടി എടുത്തു തുടങ്ങുന്നത്. പാകിസ്ഥാന്റെ ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും സമഗ്രമായ കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. പ്രധാനമായിട്ടും ചൈനയുടെ വിഷയമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.